അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ നമുക്കിന്ന് ഒരു ചേനത്തണ്ട് കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാനൊന്ന് പറമ്പിൽ പോയി നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കഴിഞ്ഞല്ല അതിൻ്റെ മുന്നത്തെ കൊല്ലം ഒരു ചേന കിട്ടിയിരുന്നു കേട്ടോ. അത് ഞാൻ ഇവിടെ ഇങ്ങനെ മൂക്ക് നട്ടു കൊടുത്തിരുന്നു. കഴിഞ്ഞല്ല ഇങ്ങനെ ഉണ്ടായി, അത് ഉണങ്ങിപ്പോയി. പിന്നെ രണ്ടാമത് ഇപ്പോൾ കുട്ടി വരിക കേട്ടോ. രണ്ട് ഇളയ തണ്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് ഒരു തണ്ട് എടുക്കാച്ചിട്ട് വന്നതാട്ടോ. നല്ല നീളമുണ്ട് കേട്ടോ, വലിയ ചേനൻ്റെ തണ്ടാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു തണ്ട് ഇങ്ങനെ എടുത്താണ്ട് ഉപ്പേരിണ്ടാക്കും. ഇപ്പോൾ മഴക്കല്ലേ, നല്ല ടേസ്റ്റാവും. ഈ ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതിൻ്റെ ആയതുകൊണ്ട് ഈ തണ്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. അപ്പോൾ ഈ തണ്ട് നമുക്ക് ഇതിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല നീളമുള്ള ഏകദേശം എൻ്റെ മുക്കാലുണ്ട് കേട്ടോ ഈ തണ്ട്. ഇതിൻ്റെ ഇലകൾ നമുക്ക് ഒഴിവാക്കട്ടോ. അധികം വിരിഞ്ഞ് വരാത്ത ഇലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല എടുക്കാം. പക്ഷേ ഇത് കുറച്ച് ഒരാഴ്ചയോളമായിട്ട് അപ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് എടുക്കണ്ട. അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്താ അവിടെ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നല്ല ഞാനിത് കഴുകിയെടുക്കും കേട്ടോ അപ്പോൾ തന്നെ. എന്നിട്ടാണ് നമ്മൾ തോല് ചീന്തലും ഇതാക്കലൊക്കെ കേട്ടോ. ഇതിൽ അല്ലെങ്കിൽ തന്നെ വെള്ളത്തിൻ്റെ അംശം നല്ല ഉണ്ടാവും. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം കഴുകാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഞാൻ കഴുകിയിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തോലൊക്കെ നമുക്കിട്ട് ചീന്തിയെടുക്കണം കേട്ടോ. കൈ ചൊറിയിട്ടത് നമ്മൾ ചേനൻ്റെ മാതിരി തന്നെ. അപ്പോൾ ഞാൻ കയ്യോറട്ട കേട്ടോ. തോലൊക്കെ വേഗം ചീന്തി പോരുന്നുണ്ട്. ചില തണ്ടിൻ്റെ തോലങ്ങനെ ചീന്തി പോരില്ല, ചെത്തി എടുക്കണം. ഇത് പെട്ടെന്ന് ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഇതേമാതിരി തന്നെ എല്ലാതും തോല് ചീന്തിയെടുക്കണം കേട്ടോ. ഒരു 5 പീസ് ഞാൻ ആക്കിയിട്ടുണ്ട്. നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഒരു പെരക്കാർക്ക് ഉപ്പേരി ഉണ്ടാക്കാനുണ്ടാവും. ഇത് നമ്മൾ കറിയും വെക്കും കേട്ടോ. കറി വെക്കുമ്പോൾ പരിപ്പോ ചെറുപയറോ ഒക്കെ ഇട്ടിട്ട് മൺപയറൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാം. പിന്നെ ഉപ്പേരിക്കും ചിലവർ ചെറുപയറൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഞാനതൊന്നും ഇടണില്ല. ഞാൻ ചമ്മന്തി പൊടിച്ചിട്ടുകൊണ്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. തേങ്ങയും പിന്നെ വലിയ ജീരകം, വെളുത്തുള്ളി 2 അല്ലി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാതും കൂടെ ഇട്ടുകൊണ്ടാണ് ഞാൻ ചമ്മന്തി പൊടിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് അതിൽ ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്കിതൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ എന്നും പറഞ്ഞാൽ എന്തെങ്കിലും പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യട്ടെ കേട്ടോ. ഒരു ചെറിയൊരു മതിരിപ്പുണ്ട് കേട്ടോ. അതിന് ആ എരിവിനോട് താല്പര്യമുള്ളവർക്ക് കുറച്ച് തോനെ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അയച്ചിട്ട് വലിയ മതിരിപ്പല്ല, നേരിയൊരു മതിരിപ്പ് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ചാണ്ട് ഇത് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രൈഫാൻ്റെ ചട്ടി ഇങ്ങനെ അടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന നേരത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ ചെറിയൊരു സവാളിൻ്റെ പകുതി എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല അതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചേനത്തണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെയാണ് നമുക്ക് ചമ്മന്തി വെച്ചിട്ട് ഇതാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വേപ്പിൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായതായതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷമല്ലേ. എന്ത് സാധനം ചെറുതായാലും വലുതായാലും അത് നമ്മൾ പറമ്പ് നിർത്തുകൊടുങ്ങാണ്ട് ഉണ്ടാക്കി പാകം ചെയ്യുമ്പോൾ അതിൻ്റെതായൊരു സന്തോഷവും നല്ല ഉണ്ടാവും. പിന്നെ ആണെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ വളങ്ങളൊന്നും നമ്മൾ വേറെ ചേർക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് രുചിയും കൂടും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനത്തിനെക്കാട്ടി രുചി ഉണ്ടാവും നമ്മളെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചീരൻ്റെ ഇല, മുരിങ്ങൻ്റെ ഇല ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ കാലത്ത് ഉണ്ടാക്കിയാൽ മതി. ഇതിലേക്ക് എന്തെങ്കിലും ഒരു മീൻ കിട്ടിയില്ലാണ്. അപ്പോൾ മീനും വാങ്ങാൻ ആൾക്കാർക്ക് പേടിയല്ലേ. മീൻ കടലത്തെ ഓരോന്ന് ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ അധികം മീൻ വാങ്ങില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ മീൻ വാങ്ങലുള്ളൂ. അധികം ഇങ്ങനെ തന്നെ ഉണ്ടാക്കൽ. അതിലേക്ക് മുടന്തയും പൊരിക്കും കേട്ടോ.
പിന്നെ എന്തെങ്കിലും ഉപ്പേരിയാ, 1-2 ദിവസം ഉണക്കലൊക്കെ പൊരിച്ച്, ഉണക്കൽ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ചിക്കനാ. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ ദിവസം 1 ദിവസമാണോ 2 ദിവസമാണോ നമ്മൾ ആകെ മീൻ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് വെള്ളിയാഴ്ച ബീഫ് എന്തെങ്കിലും വാങ്ങും, അല്ലാത്ത ദിവസം ഇങ്ങനെ മുട പൊരിക്കുകയോ ചിക്കൻ വാങ്ങുക എന്തെങ്കിലുമൊക്കെ ചെയ്യലാണ്. അപ്പോൾ മീൻ്റെ ഇത് കേട്ടപ്പോൾ അധികം ഒരു വെറുപ്പ്, നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള. എല്ലാവരും വാങ്ങണ്ടെന്നൊക്കെ പറയുന്നത് കേട്ട്. അപ്പോൾ ഇതെല്ലാതും കൂടെ നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. കുട്ടികൾക്കൊന്നും പറ്റില്ല, കുട്ടികൾക്കൊക്കെ മീനും ഇറച്ചും തന്നെ പറ്റുള്ളൂ. നമ്മളൊക്കെ ആകുമ്പോൾ പിന്നെ ഉപ്പേരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ തിന്നണം, ഇതൊക്കെ തിന്നുമ്പോഴേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ, കണ്ണിന് കാഴ്ച ഉണ്ടാവുള്ളൂ, തലമുടി കൊയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഓരോ പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കണം. കുട്ടികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പണ്ടൊക്കെ എന്തെല്ലാം ഉപ്പേരിയല്ലേ നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളമ്മമാരുണ്ടാക്കി തരും. ഇപ്പോൾ അതൊന്നുമില്ല, എല്ലാവർക്കും മടിയാണ് ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കാനും. അപ്പോൾ ഇതെല്ലാതും കൂടെ ഞാൻ ഉപ്പിട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ മേലെ പിന്നെ നമ്മൾ തേങ്ങ ഒതുക്കിയിട്ടുണ്ടല്ലോ അതിട്ടാണ്ട് മൂടിയാണ്ട് നമുക്ക് കത്തിച്ച് കൊടുക്കട്ടോ. പിന്നെ വെന്ത് കണ്ട് വരുമ്പോൾ നല്ല ഇതിൽ നിന്ന് വെള്ളം വരും കേട്ടോ. ആ വെള്ളം ഒന്ന് വറ്റണം. ഇപ്പോൾ പിന്നെ വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റായി വരും സാധനം. ഇതിൽ ഫുള്ള് വെള്ളത്തിൻ്റെ അംശാട്ടാ. ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ. ഞാൻ എല്ലായിടത്തും മറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഈ തേങ്ങ ഒതുക്കിയുണ്ടല്ലോ അത് ഞാനിതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അടിക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാത്തത് എന്താ വെച്ചാൽ പിന്നെ ഇത് അടി പിടിക്കണ്ടെന്നുള്ളത് കേട്ടോ. ഇതിങ്ങനെ മേലെ ഇടുമ്പോൾ നമുക്ക് അടി പിടിക്കൊന്നുമില്ലല്ലോ, നല്ല ആവിക്ക് കിടന്ന് വീഴും ചെയ്യും. പിന്നെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ മിക്സായി കൂടും ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്താൽ നമുക്ക് മൂടിയൊക്കെ ഇട്ടാ മൂടി വെച്ചാൽ നല്ലൊന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കട്ടെ. കുറച്ച് നേരമായി ഞാൻ അങ്ങനെ മൂടി വെച്ച് കത്തിക്കണ്. നല്ല സ്മെല്ല് ഇങ്ങനെ വരും കേട്ടോ. അത് എല്ലാതും കൂടെ ഇങ്ങനെ ആവിക്കണ്ട് വെന്തിട്ടുള്ള ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഒരുവിധമൊക്കെ വെന്തിക്കണ്, ഇനിയും വേവാണ്ട് കേട്ടോ. ഇതെല്ലാതും നമുക്ക് ഈ തേങ്ങ എല്ലാ ഭാഗത്തേക്കും ആകണ മാതിരി നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ എത്ര ആളുണ്ടാവല്ലേ. ഇനി ചേനപ്പൂ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ, ചേനപ്പൂ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഇനി ഈ കൊല്ലം ഇനി ഉണ്ടാവും തോന്നണില്ല. ഇന്നത്തെ കൊല്ലമാണാവും, 3 കൊല്ലം കഴിയുന്നൊക്കെയാണ് പറയണേക്കണത്. ചേനപ്പൂ കാണുന്ന ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടായാലും നമുക്ക് ഉണ്ടാക്കി നോക്കല്ലേ. ഞാൻ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തിട്ടുണ്ട്. വെന്തിട്ടില്ല കേട്ടോ, ഇനിയും വേവാണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കട്ടോ. ഞാൻ അവിടെ കിടന്ന് നല്ലൊന്ന് വേവട്ടെ. ഇനി ഒന്ന് ആക്കി നോക്കട്ടെ. തുറന്നിട്ട് കുറച്ച് നേരമായിട്ടാ ഉണ്ട്. ആ വെള്ളത്തിൻ്റെ അംശം വന്നില്ലേ, ഇങ്ങനെ തിളക്കണുണ്ടല്ലോ വെള്ളത്തിൻ്റെത്. ഇപ്പോൾ നല്ലൊരു ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെള്ളം ഒന്ന് വറ്റിയാൽ മതി. വെള്ളം വറ്റോളം ഒന്ന് നമുക്ക് കത്തിച്ച് കൊടുക്കട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ വർഷക്കാലത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ മീനൊക്കെ കിട്ടുന്ന കുറവാണ് കാലത്ത് നമ്മളെ പറമ്പിലൊക്കെ ഇങ്ങനെ എടുത്തുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ചൂട് കൊടുക്കത് ഭക്ഷണത്തിന് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കട്ടോ. അപ്പോൾ ഞാനതൊരു പാത്രത്തിൽ കുറച്ചെടുത്ത് മാറ്റിട്ടാ. അപ്പം ഇങ്ങനെയാണ്. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.